ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഓൾറെഡി ബേസിക് സയൻസിൻ്റെ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, ചോദ്യം എ. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കക്കുറവ്, സ്ക്രീൻ അഡിക്ഷൻ, വിശപ്പില്ലായ്മ, ക്ഷീണം തുടങ്ങിയവയൊക്കെയാണ്. ചോദ്യം ബി. നല്ല ആഹാരശീലവുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായവ ഏതെല്ലാം? 1. TV, മൊബൈൽ ഫോൺ എന്നിവ ശ്രദ്ധിച്ചുകൊണ്ട് ആഹാരം കഴിക്കുന്നു. 2. പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ധാരാളമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നു. 3. ഇടനേരങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു. 4. കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നു. ഇതിൽ 2ഉം 4ഉമാണ് ശരിയായ ഉത്തരങ്ങൾ. ചോദ്യം സി. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? അവയുടെ കാരണങ്ങൾ എന്തെല്ലാം? തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അതിനുള്ള കാരണങ്ങൾ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, വ്യായാമക്കുറവ്, അല്പനിദ്ര, മദ്യപാനം, മാനസിക സമ്മർദ്ദം, പുകവലി തുടങ്ങിയവയൊക്കെയാണ്. പ്രവർത്തനം 2, ഒരു കുട്ടിയും ടീച്ചറും തമ്മിലുള്ള സംഭാഷണമാണ്. കുട്ടി പറയുന്നു, ഞാൻ കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ടീച്ചർ എന്താ പറയുന്നത്? പാടില്ല. ചോദ്യം എ. കുട്ടിയുടെ അഭിപ്രായത്തോട് ടീച്ചർ വിയോജിക്കാൻ കാരണമെന്ത്? കാർബോഹൈഡ്രേറ്റിനെ പോലെ, അതായത് ധാന്യകം പോലെ കൊഴുപ്പും ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം തരുന്നു. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ചോദ്യം ബി. കൊഴുപ്പ് ഭക്ഷണത്തിൽ അധികമാകുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എഴുതുക. കൊഴുപ്പ് അധികമായാൽ രക്തത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടും. ഇത് ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവയ്ക്ക് കാരണമാകും. ചോദ്യം സി. ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്താൻ പാലിക്കേണ്ട ചില ശീലങ്ങൾ നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക. 1. ദിവസവും വ്യായാമം ചെയ്യുക. 2. വറുത്തതും പൊരിച്ചതുമായ ആഹാര സാധനങ്ങൾ കുറയ്ക്കുക. 3. ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. 4. അന്നജം മാത്രം അടങ്ങിയ ഭക്ഷണം ശീലമാക്കുക. ഇതിൽ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ. പ്രവർത്തനം 3, ചോദ്യം എ. പ്രസ്താവനയും കാരണവും തന്നിട്ടുണ്ട്. പ്രസ്താവന: വിശറി കൊണ്ട് വീശുമ്പോൾ കാറ്റ് അനുഭവപ്പെടുന്നു. കാരണം ബലം പ്രയോഗിക്കുന്നതിലൂടെ നിശ്ചലമായ വസ്തുക്കളെ ചലിപ്പിക്കാൻ കഴിയും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? 1. പ്രസ്താവനയും കാരണവും ശരിയാണ്, കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നു. 2. പ്രസ്താവനയും കാരണവും ശരിയാണ്, എന്നാൽ കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നില്ല. 3. പ്രസ്താവനയും കാരണവും തെറ്റാണ്. 4. പ്രസ്താവന തെറ്റാണ്, കാരണം ശരിയാണ്. എന്താണ് ഇതിൻ്റെ ഉത്തരം? ഒന്നാമത്തേതാണ്. പ്രസ്താവനയും കാരണവും ശരിയാണ്, കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നുണ്ട്. ഇതിലെ ബി ചോദ്യം: താഴെ പറയുന്ന ചലനങ്ങളെ അനുയോജ്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വർഗീകരിക്കുക. വർഗീകരണത്തിന്റെ മാനദണ്ഡം വിശദമാക്കുക. അപ്പം നമുക്ക് തന്നിട്ടുള്ള ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. വിമാനം റൺവേയിലൂടെ ചീറിപ്പായുന്നു. ചെണ്ട കൊട്ടുമ്പോൾ തുകൽ വിറയ്ക്കുന്നു. ആട്ടുകട്ടിൽ ആടുന്നു. വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നു. തെങ്ങിൽ നിന്നും തേങ്ങ വീഴുന്നു. മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ ബ്ലേഡ് കറങ്ങുന്നു. ക്ലോക്കിലെ പെൻഡുലം ആടുന്നു. ഭൂമി സ്വന്തം അക്ഷത്തിൽ കറങ്ങുന്നു. കല്ല് കയറിൽ കെട്ടി വട്ടത്തിൽ കറങ്ങുന്നു. ഇതിൽ നേർരേഖാ ചലനത്തിൽ വരുന്നത് വിമാനം റൺവേയിലൂടെ ചീറിപ്പായുന്നു, തെങ്ങിൽ നിന്നും തേങ്ങ വീഴുന്നു തുടങ്ങിയവയാണ്. പിന്നെ ദോലനം: ആട്ടുകട്ടിലാടുന്നു, ക്ലോക്കിലെ പെൻഡുലം ആടുന്നു, ചെണ്ട കൊട്ടുമ്പോൾ തുകൽ വിറയ്ക്കുന്നു. വർത്തുള ചലനം: കല്ല് കയറിൽ കെട്ടി വട്ടത്തിൽ കറക്കുന്നു. വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നു. ഭ്രമണം: ഭൂമി സ്വന്തം അക്ഷത്തിൽ കറങ്ങുന്നു. മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ ബ്ലേഡ് കറങ്ങുന്നു. ഈ ഓരോ ചലനവും നമുക്ക് എങ്ങനെ നിർവചിക്കാം? ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. ഒരു വസ്തു ഒരു തുലനാവസ്ഥയെ അടിസ്ഥാനമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. പ്രവർത്തനം 4, ചോദ്യം എ. ഫിലമെന്റ് ബൾബ് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജരൂപങ്ങൾ ഏതെല്ലാം? താപോർജ്ജവും പ്രകാശോർജ്ജവുമാണ് ഉണ്ടാവുന്നത്. ചോദ്യം ബി. ഫിലമെന്റ് ബൾബിൽ പാഴായി പോകുന്ന ഊർജ്ജരൂപം പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭം എഴുതുക. ഫിലമെന്റ് ബൾബ് പ്രകാശിക്കുമ്പോൾ അവിടെ താപോർജ്ജമാണ് പാഴായി പോകുന്നത്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ്. ഇൻക്യുബേറ്ററുകളിൽ നമുക്ക് ഈ ഊർജ്ജം ശരിയായി ഉപയോഗിക്കാം. നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിക്കുന്ന ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ, ലൈറ്റ് വെച്ചിട്ട് അതിൻ്റെ ചൂട് തട്ടിയിട്ട്, ആ സന്ദർഭത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. ചോദ്യം സി. LED ബൾബുകൾ ഊർജം ലാഭിക്കുന്നു. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുക.
ഈ പ്രസ്താവനയോട് യോജിക്കുന്നു. LED ബൾബിൽ 95% ഊർജ്ജം പ്രകാശമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. കൂടാതെ 5% ഊർജ്ജം താപോർജ്ജമായി നഷ്ടപ്പെടുന്നു. മറ്റു ബൾബുകളെ അപേക്ഷിച്ച് ഇതിന് കുറഞ്ഞ വൈദ്യുതി മാത്രമേ ആവശ്യമുള്ളൂ. ഊർജ്ജ നഷ്ടവും കുറവാണ്. പ്രവർത്തനം 5. ചിത്രം നിരീക്ഷിക്കൂ. നമുക്കിവിടെ ഒരു ജയന്റ് വീലിൽ ഇരിക്കുന്ന കുട്ടിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ചോദ്യം എ. ജയന്റ് വീൽ തിരിയുമ്പോൾ വീലിലിരിക്കുന്ന കുട്ടിക്കുണ്ടാവുന്ന ചലനവും വീലിന്റെ ചലനവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ജയന്റ് വീലിന്റെ ചലനം ഭ്രമണവും വീലിലിരിക്കുന്ന കുട്ടിക്കുണ്ടാവുന്ന ചലനം വർത്തുള ചലനവുമാണ്. ചോദ്യം ബി. കമ്പനവും ദോലനവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഉദാഹരണ സഹിതം വിശദീകരിക്കുക. തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനമാണ് ദോലനം. ഒരു ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം ദോലനത്തിനൊരു ഉദാഹരണമാണ്. എന്നാൽ വേഗത്തിലുള്ള ദോലനങ്ങളെ കമ്പനങ്ങൾ എന്ന് വിളിക്കുന്നു. ട്യൂണിംഗ് ഫോർക്ക് ഒരു റബ്ബർ ചുറ്റിക കൊണ്ടടിക്കുമ്പോൾ ട്യൂണിംഗ് ഫോർക്കിന്റെ തണ്ടുകൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് കമ്പനത്തിന് ഒരു ഉദാഹരണമാണ്. പ്രവർത്തനം 6. ചിത്രത്തിലെ ഭാഗങ്ങൾ എഴുതുക. എ. പരാഗണ സ്ഥലം, ബി. ഓവ്യൂള്, സി. തലാമസ്. ചോദ്യം ബി. ചില പൂക്കളുടെ പേരുകൾ താഴെ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. അവയെ ഏകലിംഗ പുഷ്പങ്ങൾ, ദ്വിലിംഗ പുഷ്പങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുക. അരളി, മത്തൻ, പാവൽ, റോസ്, ചെമ്പരത്തി, സൂര്യകാന്തി, മാമ്പൂവ്, പടവലം, തണ്ണീർമത്തൻ, പപ്പായ എന്നീ സസ്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏകലിംഗ പുഷ്പങ്ങൾ മത്തൻ, പാവൽ, പടവലം, തണ്ണിമത്തൻ, പപ്പായ തുടങ്ങിയവയാണ്. ദ്വിലിംഗ പുഷ്പങ്ങൾ അരളി, റോസ്, സൂര്യകാന്തി, മാമ്പൂവ്, ചെമ്പരത്തി തുടങ്ങിയവയാണ്. പ്രവർത്തനം 7. ചുവടെ കൊടുത്തിരിക്കുന്ന ചലന സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. സന്ദർഭം 1 ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. സന്ദർഭം 2 ട്യൂണിംഗ് ഫോർക്കിന്റെ ചലനം. ചോദ്യം എ. രണ്ട് സന്ദർഭങ്ങളിലും സംഭവിക്കുന്ന ചലനങ്ങളുടെ പേരെഴുതുക. സന്ദർഭം 1 ദോലനവും സന്ദർഭം 2 കമ്പനവുമാണ്. ചോദ്യം ബി. ഓരോ ചലനത്തിനും മറ്റു 2 ഉദാഹരണങ്ങൾ വീതം എഴുതുക. ദോലനത്തിന് ഉദാഹരണം ആട്ടുതൊട്ടിൽ, സീസോ. കമ്പനത്തിന് ഉദാഹരണം വീണയിലെ കമ്പി, തയ്യൽ മെഷീനിലെ സൂചി. ചോദ്യം സി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭ്രമണ ചലനത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1. സ്വന്തം അക്ഷത്തെ ആധാരമാക്കിയുള്ള ചലനമാണ്. 2. ഭ്രമണ ചലനം എപ്പോഴും ഒരു വൃത്താകാര പാതയിലൂടെയാണ്. 3. ഭ്രമണം ചെയ്യുന്ന വസ്തുവിന് ഭ്രമണ ചലനം മൂലം സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. 4. ഭ്രമണ ചലനത്തിന് ആധാരമായ അക്ഷം ഭ്രമണ വസ്തുവിന് ഉള്ളിലായിരിക്കും. ഇതിലെ രണ്ടാമത്തതാണ് ഭ്രമണചലനവുമായി ബന്ധപ്പെട്ടത് അല്ലാത്ത ഒരു പ്രസ്താവന. പ്രവർത്തനം 8. ചുവടെ കൊടുത്തിരിക്കുന്ന ഊർജ്ജമാറ്റം ശ്രദ്ധിക്കൂ. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും താപവും ശബ്ദവുമാവുന്നു. ചോദ്യം എ. ഇത്തരം ഊർജ്ജമാറ്റം സംഭവിക്കുന്ന 2 സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. മിക്സി, വൈദ്യുത ഫാൻ എന്നിവ എഴുതാം. ചോദ്യം ബി. 2 സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജരൂപവും പാഴാക്കുന്ന ഊർജ്ജരൂപവും കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ആദ്യത്തെ സന്ദർഭം, അതായത് മിക്സിയിൽ പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജം യാന്ത്രികോർജ്ജമാണ്. പാഴാക്കുന്ന ഊർജ്ജം താപോർജ്ജവും ശബ്ദോർജ്ജവുമാണ്. പിന്നെ വൈദ്യുത ഫാനിൽ പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജം യാന്ത്രികോർജ്ജമാണ്. പാഴാക്കുന്ന ഊർജ്ജം താപോർജ്ജവും ശബ്ദോർജ്ജവുമാണ്. ചോദ്യം സി. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജ്ജനഷ്ടം പരമാവധി കുറഞ്ഞ ഉപകരണം ഏത്? 1. ഫിലമെന്റ് ബൾബ്, 2. LED ബൾബ്, 3. CFL ബൾബ്, 4. ഹലോജൻ ബൾബ്. LED ബൾബാണ് ഊർജ്ജം പരമാവധി കുറഞ്ഞ ഉപകരണം. അപ്പം ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ചോദ്യപേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. എല്ലാം സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്